ഇനി അടുത്ത് നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് തയ്ക്കാം. ബാക്ക് പാർട്ടിൽ നമ്മൾ മടക്കിയടിക്കേണ്ട ആ ഭാഗത്ത് നോച്ചസ് ഇട്ടിരിക്കുന്നതുണ്ടോ? ഈ നോച്ചസ് ഇട്ടിരിക്കുന്നത് നമുക്ക് വേറെ തുണിയില്ലെങ്കിൽ ഇത് തന്നെ വേണമെങ്കിലും മടക്കി വെക്കാം. പിന്നെ നമുക്ക് വേറെ തുണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, തുണി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പീസ് നീളത്തിന് എടുത്തിട്ട് അത് നമ്മൾ ഈ നോച്ചസ് ഇട്ടില്ലേ അവിടെ വെച്ച് വേണം നമ്മൾ തയ്ക്കാനായിട്ട്. അതായത് മടക്കിയടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് സ്കെയിലിൻ്റെ അളവിന് നമ്മൾ നീളത്തിൽ വരച്ചിട്ടില്ലായിരുന്നോ, അവിടെ വെച്ച് വേണം വേറൊരു പീസ് വെച്ച് തയ്ക്കാനായിട്ട്. എന്നിട്ട് നൂത്ത് വെച്ച് പതിച്ചടിക്കാം. ഇതുപോലെ പതിച്ചടിച്ചിട്ട് അകത്ത് ഒരു മടക്കൂടെ മടക്കണം. ഒരു മടക്കൂടെ ഇതുപോലെ മടക്കി നേരെ ലെവലിന് തയ്ക്കണം. എന്നിട്ട് അതിനെ മുഴുവനായിട്ട് അകത്തോട്ട് വെച്ച് ഒരു തയ്യലൂടെ തയ്ക്കണം. അപ്പോൾ നമുക്ക് അവിടെ കട്ടി കിട്ടും. ഞാനിത് ചെയ്തതിന് ശേഷമാണ് ബാക്കിലത്തെ ഡോട്ടില്ലേ അത് തയ്ക്കുന്നത്. ബാക്ക് പീസ് ഇതെല്ലാം വെച്ച് തയ്ച്ചതിന് ശേഷമാണ് നമുക്ക് ഡോട്ട് തയ്ക്കുന്നത്. ഇതിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്റർ കറക്റ്റ് സെൻറ്റർ നോക്കിയെടുത്ത് സെൻറ്റർ ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് താഴെ 1/2 ഇഞ്ച് ഗ്യാപ്പ്, ഹൈറ്റ് വന്നിട്ട് ഒരു 4-4.5 ഇഞ്ച് കൊടുക്കുക. ഓക്കെ, ഒരു 4-4.5 ഇഞ്ച് ഹൈറ്റ് കൊടുക്കുക. കണ്ടോ, 4.5 ഇഞ്ച്. അതുപോലെ ഈ സൈഡ് സെൻറ്റർ എടുത്ത് അവിടെ 1/2 ഇഞ്ച്, രണ്ടിൻ്റെ ഹൈറ്റ് ഒന്നുപോലെ ഇരിക്കാതെ ഇതുപോലെ വെച്ച് നോക്കണം. ഓക്കെ, എന്നിട്ട് ഫ്രണ്ട് പീസ് ഷോൾഡർ ജോയിൻ ചെയ്യണം. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ആം ഹോൾ തമ്മിൽ കറക്റ്റ് നേരെ വരത്തക്ക രീതിയിൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണം. അങ്ങനെ 2 പീസ്. അവിടെ 2 തയ്യൽ കൊടുക്കണേ. എന്നിട്ട് നമ്മൾ ഹെമ്മിങ് ചെയ്യാനുള്ളത്, നമ്മൾ ക്രോസ് പട്ടി നമ്മൾ ആദ്യം തയ്ച്ച് വെച്ചില്ലേ, ആ ക്രോസ് പട്ടി അതിനടുത്ത് ഹെമ്മിങ് പീസ് ഇതിൻ്റെ പുറത്ത് വെച്ച് അടിക്കണം. ഇവിടെ ക്യാമറ താഴ്ന്ന് പോണത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് കേട്ടോ, സോറി. ഞാൻ ഇനി അടുത്ത ബ്ലൗസ് തയ്ക്കുമ്പോൾ നേരെ കാണിക്കാമേ തയ്ക്കുന്നത്. ഇത് ഇപ്പം ഇങ്ങനെ താന്ന് പോകുന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഞാൻ അടുത്തതിൽ ഞാൻ കറക്റ്റ് കാണിച്ചു തരാവേ. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ ഹെമ്മിങ് ചെയ്യാൻ ഈ പട്ടി വയ്ക്കുന്നില്ല, ഇവിടെ ഒരു ടിപ്പുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ എത്തുമ്പോൾ ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ അവിടെ ആ ഷോൾഡറിൻ്റെ അടുത്തുള്ള ലൂസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓവറായിട്ടങ്ങ് വലിക്കരുത്, ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ. ഓക്കെ, എന്നിട്ട് ഈ കർവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ കർവ് വരുന്ന ഭാഗത്ത് മാത്രം ഒരു വെട്ട് കൊടുക്കുക. ഇതുപോലെ വെട്ട് കൊടുക്കുക. എന്നിട്ട് പുറത്ത് പതിച്ചടിക്കുക. ക്യാമറ കുറച്ചുകൂടെ താന്നു. തച്ചതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് സ്ലീവ് ജോയിൻറ്റ് ചെയ്യുകയാണ്. സ്ലീവ് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നോച്ചസ് ഇട്ടില്ലേ, ഇതുപോലെ ഈ നോച്ചസ് സെൻറ്റർ കറക്റ്റായി ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കും കേട്ടോ. ഇങ്ങനെ വെച്ച്
കറക്റ്റാ വെച്ചിട്ട് തയ്ക്കണം. അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ആ സെൻറ്ററിലെ നോച്ചസ് ഇല്ലേ, ആ സെൻറ്റർ മുതൽ താഴോട്ട് തയ്ക്കാം കേട്ടോ. ഇങ്ങനെ വെച്ച് നോക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമെന്ന് പേടിയാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ മുതൽ തയ്ച്ച് താഴോട്ട് വന്നിട്ട് താഴെ നിന്ന് തിരിച്ചങ്ങോട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ഇപ്പുറത്തത്. ഇനി സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തു, സൈഡ് മാർക്ക് ചെയ്ത്, വേസ്റ്റ് വണ്ണവും മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ബ്ലൗസ് കഴിയും.